महालक्ष्मी च विद्महे विष्णुपत्नी च धीमहि തന്നോ ലക്ഷ്മി പ്രചോദയാത്. ഭഗവതി മഹാലക്ഷ്മി. നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ചിങ്ങം 1, കൊല്ലവർഷം 1202 തിരുആണ്ടുപിറപ്പ് 1-ാം ദിവസം. 1-ാം പ്രമാണിച്ച്, ആണ്ടുപിറപ്പ് പ്രമാണിച്ച് രാവിലെ തന്നെ മഹാഗണപതി ഭഗവാന് പൂജയെല്ലാം കഴിപ്പിച്ച്, ഭഗവതി മഹാലക്ഷ്മിക്ക് പൂജ കഴിപ്പിച്ച്, നേദ്യം സമർപ്പിച്ച് ഐശ്വര്യമായിട്ട് എല്ലാ മാസവും 1-ാം നടത്താറുള്ള ദേവപ്രശ്നം വെച്ചു. പ്രശ്നം വെച്ച സമയത്ത് എൻ്റെ പ്രശ്നവിധിയിൽ തെളിഞ്ഞ ചില നക്ഷത്രങ്ങളും ആ നക്ഷത്രങ്ങൾക്ക് കണ്ട ചില കാര്യങ്ങളുമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ നാളുകളിൽ ജനിച്ച വ്യക്തികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, ഈ നാളിൽ ജനിച്ച മകനോ മകളോ വീട്ടിലുള്ള അംഗങ്ങളോ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്നെൻ്റെ പ്രശ്നവിധിയിൽ കണ്ട കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഈ ആണ്ടുപിറപ്പ് 1-ാം ദിവസം ചില ഐശ്വര്യങ്ങളുമായിട്ടാണ് ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതം പുലർന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പം ദീർഘിപ്പിക്കുന്നില്ല. ഈ നക്ഷത്രക്കാർ ഏകദേശം 12 നാളുകാരുടെ ഫലമാണ് ഇന്ന് പ്രശ്നത്തിൽ നോക്കി ഞാൻ പറയാൻ പോകുന്നത്. ഈ നാളുകൾ വീട്ടിലുള്ളവർ നിങ്ങളുടെ നാള് തിരഞ്ഞുപിടിച്ച് കൃത്യമായിട്ട് കേൾക്കൂ, അറിഞ്ഞു മുന്നോട്ട് പോകൂ, നല്ലതേ വരുള്ളൂ എന്നുള്ളതാണ്. അപ്പം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ 12 നക്ഷത്രങ്ങളുടെയും ഫലം പറയാം, കേട്ട് കൃത്യമായി മനസ്സിലാക്കിക്കോളൂ. 1-ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഇന്ന് പ്രശ്നത്തിൽ കണ്ടത് ആയില്യം നക്ഷത്രമാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന, ജീവിതത്തിൽ ഒരുപാട് മനപ്രയാസത്തിലൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രമാണ് ആയില്യം. ആയില്യം നക്ഷത്രത്തിന് ഇന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത് ശിവപാർവതിമാരുടെ രൂപമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായ, ദേവന്മാരിൽ ദേവനായ മഹാദേവൻ ശിവഭഗവാനും അമ്മ ശ്രീ പാർവതിയും ഒന്നിച്ചാണ് ഇന്ന് പ്രശ്നം വെച്ചപ്പം പ്രശ്നവിധിയിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത്. ഭഗവാന്റെയും ഭഗവതിയുടെയും രൂപമാണ് തെളിഞ്ഞിരിക്കുന്നത്. അതിൽ പരമൊരു ഐശ്വര്യം വേറെ കിട്ടാനുണ്ടോ? ആയില്യംകാർ ദാ ഇപ്പം ജീവിതത്തിൽ ഞാൻ ഈ പറയുന്ന എഴുതി വെച്ചോ, ആയില്യംകാർ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ജീവിതത്തിൽ കിടന്ന് വലഞ്ഞുകൊണ്ടിരിക്കുക, ഉഴലിക്കൊണ്ടിരിക്കുക. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ജീവിതം എന്താകും ദൈവമേ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന രീതിയിൽ, ഭാവിയെ പറ്റിയൊക്കെ ഓർത്തു കഴിഞ്ഞാൽ ഒരു നിമിഷം ഒന്ന് മനസ്സമാധാനമായിട്ട് കണ്ണടയ്ക്കാൻ പോലും പറ്റാത്ത രീതിയിൽ മനപ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാളുകാരാണ് ആയില്യംകാർ. ഇവിടെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, ശരിയല്ലേ ഞാൻ ഈ പറഞ്ഞത്? ആ ആയില്യംകാർക്കാണ് ഇന്ന് എൻ്റെ പ്രശ്നവിധിയിൽ ഭഗവാൻ മഹാദേവനും അമ്മ ശ്രീപാർവതിയും ഒന്നിച്ച് തെളിഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ 2 പ്രധാന മാറ്റം നടക്കാൻ പോവുക എന്നാണ് കാണുന്നത്. ദാ ഈ ഒരു ആണ്ടുപിറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ 2 വലിയ സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി കാലമായിട്ട് സ്വപ്നം കണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന, ദൈവമേ ഇതൊന്ന് നടന്നു കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ തലവര തെളിഞ്ഞേനെ എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഈ വരുന്ന 6 മാസത്തിനകത്ത് നടന്ന് കിട്ടുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. 1-ാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, അമ്മ മഹാമായ പ്രപഞ്ചശക്തി ശ്രീ പാർവതിയുടെയും ഭഗവാൻ മഹാദേവൻ്റെയും അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക അഭിവൃദ്ധിയുടെ കാലം പിറക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. അതിനാൽ നിങ്ങളുടെ ദുഃഖങ്ങൾ ഒരുവിധപ്പെട്ടതൊക്കെ തുടച്ച് നീങ്ങും എന്നാണ് കാണാൻ സാധിക്കുന്നത്. സാമ്പത്തിക ഉയർച്ചയുണ്ടാകും, ദുഃഖങ്ങൾ അതുവഴി നീങ്ങും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഉദ്ദിഷ്ട കാര്യസിദ്ധി സംഭവിക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ദുഃഖങ്ങൾ നീങ്ങി സാമ്പത്തിക അഭിവൃദ്ധിയും കൈവരുന്നതായിട്ട് കാണുന്നുണ്ട്. ഏറ്റവും ഭാഗ്യമാട്ടോ, വീട്ടിൽ ഈ നക്ഷത്രക്കാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആയില്യംകാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് വീട്ടിനടുത്ത് എവിടെങ്കിലും ഉമാമഹേശ്വര ക്ഷേത്രം, ഭഗവാനും ഭഗവതിയും ഒന്നിച്ചിരിക്കുന്ന അമ്പലങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു വിടണം, പോയി തൊഴാൻ പറയണം.
ഏറ്റവും നല്ലതാണ് ആയില്യംകാരുടെ ദുഃഖ ദുരിതങ്ങൾ. ഒരുപാട് ഞാൻ വർഷഫലം പറഞ്ഞപ്പം പറഞ്ഞു, ഒരുപാട് പ്രയാസങ്ങൾ, സമയമാറ്റത്തിൻ്റെതായ ചില ദുർഘടങ്ങളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ മാറി നിൽക്കും. ഭഗവാനെയും ഭഗവതിയും വിളിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരിക്കലും പ്രശ്നവിധിയിൽ ഇവർ രണ്ടുപേരും ഒന്നിച്ച് തെളിയില്ല. ഒന്നിച്ച് തെളിയുക എന്ന് പറഞ്ഞാൽ തന്നെ ജീവിതത്തിലെ ദുഃഖങ്ങൾ തീരുമെന്നാണ്. എൻ്റെ നാവ് പൊന്നാകട്ടെ, നന്നായി വരും, ധൈര്യമായിരിക്കൂ, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നിങ്ങളെ ഒരുപാട് പേര് മനസമാധാനം കെടുത്താനും നിങ്ങളുടെ ധൈര്യം ചോർത്തി കളയാനും നിങ്ങളെ പറഞ്ഞ് എന്താ പറയുന്നത് മാനസികമായിട്ട് തകർത്ത് കളയാനും ഒക്കെ വരും. ഒന്നും നോക്കണ്ട, ഭഗവാനെ എന്ന് വിളിച്ച്, ഭഗവതിയെ എന്ന് വിളിച്ച് പൊയ്ക്കോളൂ. ഞാൻ പറഞ്ഞത് അച്ചിട്ടായി വരും, നന്നായി വരും കുഞ്ഞുങ്ങൾ, നന്നായി വരും ആയില്യംകാരെന്നുള്ളതാണ്. ആയില്യമാണ് ഒന്നാമത്തെ നക്ഷത്രം. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ്. ഇവിടെ ഉത്രം നക്ഷത്രക്കാരുണ്ടോ? ഇന്ന് ഉത്രം നക്ഷത്രക്കാർക്ക് വലിയൊരു ഭാഗ്യമാണ് തെളിഞ്ഞിരിക്കുന്നത്. ഉത്രം നാളിൽ ഇന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത് ശ്രീ മുരുകനാണ്. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ മുരുകൻ നമുക്ക് ദർശനം നൽകാറുള്ളൂ. മുരുകൻ്റെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു ചൈതന്യം നമുക്ക് പ്രശ്നവിധിയിൽ തൊട്ടറിയാൻ സാധിക്കുള്ളൂ. വാരിക്കോരിച്ചൊരിയുന്ന ദേവനാണ് ശ്രീ മുരുകൻ എന്ന് പറയുന്നത്. ഭക്തൻ, അതായത് തൻ്റെ ഭക്തൻ എത്രത്തോളം ഭക്തി ഉള്ളിൽ ഒളിപ്പിച്ച് ഭഗവാനെ വിളിക്കുന്നോ ആ വിളിക്കുന്നതിൻ്റെ 100 മടങ്ങായി അനുഗ്രഹം കൊടുക്കുന്ന വാരിക്കോരിച്ചൊരിയുന്ന ദേവനാണെന്നാണ് നമ്മളുടെ ഐതിഹ്യങ്ങളും പുരാണങ്ങളും പ്രകാരം പറയുന്നത്. വാരിക്കോരിച്ചൊരിയുമെന്നാണ് പറയുന്ന ഭഗവാൻ. നമ്മൾ ചോദിക്കുന്നത് ഒരു നുള്ളാണെന്നുണ്ടെങ്കിൽ ഒരു കടൽ നമുക്ക് തരും. ഒരു നുൾ ജലമാണ്, ഒരു തുള്ളി ജലമാണ് എന്നുണ്ടെങ്കിൽ ഒരു കടലോളം നമുക്ക് നൽകി അനുഗ്രഹിക്കുന്ന ദേവനാണ് മുരുകൻ എന്ന് പറയുന്നത്. പരീക്ഷിക്കും ഭഗവാൻ, പല രീതിയിൽ തന്നും തരാതെയും ഒക്കെ ഭഗവാൻ പരീക്ഷിക്കും. പക്ഷേ പരീക്ഷണങ്ങൾക്കൊടുവിൽ നിങ്ങളെ സമൃദ്ധി കൊണ്ട് മൂടുന്ന ദേവനാണ് മുരുകൻ. ആ മുരുകനാണ് ഇന്ന് ഉത്രംകാർക്ക് പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മുരുകൻ്റെ കൃപയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി വരും എന്നാണ് കാണാൻ സാധിക്കുന്നത്. എന്താണ് അഭിവൃദ്ധി എന്ന് പറയുന്നത്? ജീവിതത്തിൽ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ ഒഴിഞ്ഞ് ജീവിതത്തിൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടം, ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം, ജീവിതത്തിൽ കുടുംബത്തിൽ സന്തോഷം വരുന്ന ഒരവസ്ഥ. മക്കളൊക്കെ ഉള്ള ഉത്രംകാരാണ് എന്നുണ്ടെങ്കിൽ മക്കളെ ഓർത്ത് സന്തോഷിക്കാനുള്ള അവസരം, മക്കളുടെ ഉയർച്ച കണ്ട് ജീവിതത്തിൽ സംതൃപ്തി അടയാനുള്ള അവസരം, ഇതൊക്കെ ഉത്രം നക്ഷത്രത്തിന് കിട്ടുന്നതാണ്. വിദ്യ കൊണ്ട് വിജയം, തൊഴിലിൽ വിജയം, ഇതൊക്കെ ഉത്രംകാരെ തേടി വരികയും ചെയ്യുന്നതാണ്. അപ്പോൾ ഉത്രമാണ് രണ്ടാമത്തെ നക്ഷത്രം. ഉത്രംകാർ വീട്ടിലുണ്ടെങ്കിൽ അവരോട് പറയണം, മുരുകനെ പ്രാർത്ഥിക്കാൻ പറയണം, ഓം വജദ്ഭുവേ ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയണം. ഭഗവാനൊപ്പമുണ്ട്, എൻ്റെ നാവ് പൊന്നാകും, നല്ലതേ വരുള്ളൂ എന്നുള്ളതാണ്. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ഇന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ മാതാവായ ഭദ്രകാളി അമ്മയാണ്. ഭദ്രകാളിയാണ് കേട്ടോ തെളിഞ്ഞിരിക്കുന്നത്. അമ്മ കരുണാമയിയാണ് കേട്ടോ. നിങ്ങളുടെ മനസ്സ്, ഭരണിക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ശരിയാണോ എന്ന് പറയണം. മനസ്സ് വല്ലാതൊന്ന് വിതുമ്പുന്നുണ്ട്, വല്ലാതൊന്ന് കരയുന്നുണ്ട് അല്ലേ? ശരിയാണോ? ഒരു മാനസികമായിട്ട് ഒരു വല്ലാത്തൊരു പ്രയാസാവസ്ഥയിലൂടെ, ജീവിതത്തിൽ ഒന്നിനെ ഒരു വിശ്വാസമില്ലാത്തൊരവസ്ഥയിലൂടെ, ജീവിതത്തിൽ എല്ലാം ഒന്ന് തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലൂടെ, ചിലപ്പോൾ എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത രീതിയിൽ ഒരു മൂകത അല്ലെങ്കിൽ ഒരു മന്ദത നിങ്ങളുടെ മനസ്സിനെ വ്യാപിച്ച അവസ്ഥയിലൂടെ, ചിലപ്പോൾ ഒന്ന് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ, ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു പോയിട്ടുള്ള അല്ലെങ്കിൽ ഉള്ളിൽ കരയുന്ന നക്ഷത്രമാണ് ഭരണി നക്ഷത്രം എന്ന് പറയുന്നത്. എല്ലാം ഉണ്ട്, ഒന്നുമില്ല എന്നൊരവസ്ഥ വരെ കാണാൻ സാധിക്കുന്നുണ്ട്. ശരിയാണോ ഭരണിക്കാർ? 99% ഭരണിക്കാർക്കും ഈ ഒരു അവസ്ഥ നിലവിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വേറെ ആർക്കും ഇത് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. ഭരണിക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്നത് എത്രത്തോളം ശരിയാണെന്നുള്ളത്. നിങ്ങളുടെ കണ്ണീരൊപ്പാൻ ഭഗവതി അവതരിച്ചിരിക്കുക കേട്ടോ. ഭദ്രകാളി അമ്മ വന്നിരിക്കുകയാണ്. വിഷമിക്കരുത്, ധൈര്യമായിട്ട് ഭഗവതിയോട് എന്തുണ്ടെങ്കിലും ഇന്നത്തെ ദിവസം വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക. ഈ ചിങ്ങമാസത്തിൽ പറ്റുമെങ്കിൽ ഭദ്രകാളിയുടെ നടക്കൽ പോയി അമ്മയെ കണ്ട്, ഒന്നും കൊടുക്കണ്ട, കയ്യിൽ ഒന്നും കൊടുക്കാനില്ലെങ്കിലും വെറുതെ ആ നടക്കൽ പോയി അമ്മയെ കണ്ട്, അമ്മേ എനിക്ക് അമ്മയോട് തരാനുള്ള എൻ്റെ ഭക്തിയും സ്നേഹവും മാത്രമാണ്, അമ്മ അനുഗ്രഹിക്കണം, എൻ്റെ എല്ലാ ദോഷ ദുഃഖ ദുരിതങ്ങൾ, എൻ്റെ മന്ദതകൾ, മനസ്സിൻ്റെ ആദികളൊക്കെ തീർത്തു തരണമെന്ന് പ്രാർത്ഥിക്കുക. കൂടെ ഇറങ്ങി വരും ഭഗവതി. വിളിച്ചാൽ വെളിപ്പുറത്ത് ഭദ്രകാളി അമ്മ എന്ന് പറയുന്നത്. കൂടെ ഇറങ്ങി വരും ഭഗവതി. സത്യമുള്ള കാര്യമാണ്. ധൈര്യമായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാ ദോഷങ്ങളും ദുഃഖങ്ങളും ഭഗവതി തീർത്തു തരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഉള്ളിൽ കരയുന്ന എന്ത് വേദനയുണ്ടെങ്കിലും ഭദ്രകാളിയോട് പറയൂ, അത് തീർന്നു കിട്ടാൻ പോകുന്ന ഒരു പിറവിയാണ് ഇന്നത്തെ ഈ തിരുച്ചിങ്ങം 1-ാം തീയതി എന്ന് പറയുന്നത്. നന്നായി വരും. ഭരണിക്കാർ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ഇത് പറയാൻ മറക്കരുത്. നന്നായിരിക്കട്ടെ.
അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് കേട്ടോ. അശ്വതി നക്ഷത്രക്കാർക്ക് ഇന്നൊരു അപൂർവമായിട്ടുള്ള ഒരു ഭാഗ്യമാണ് പ്രശ്നവിധിയിൽ തെളിഞ്ഞു കാണുന്നത്. ഇന്ന് അശ്വതി നക്ഷത്രത്തിന് പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത് നരസിംഹമൂർത്തിയാണ്. ഭഗവാൻ അങ്ങനെ ഇങ്ങനെയൊന്നും തെളിയത്തില്ല. ജീവിതത്തിൽ ഒരുപാട് ആളുകളാൽ ചുറ്റപ്പെട്ട് വലഞ്ഞുകൊണ്ടിരിക്കുന്ന നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. ആ ദുരിതം തീർക്കാനാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. എന്താണ് ഒരുപാട് ആളുകളാൽ ചുറ്റപ്പെട്ട് വലയുക എന്ന് പറയുന്നത്? ശത്രുക്കൾ, നാശം കാണാൻ ആഗ്രഹിക്കുന്നവർ, ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കുന്നവർ, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകൾ, വാക്കുകൊണ്ടും നോക്കുകൊണ്ടും വേദനിപ്പിക്കുന്നവർ, നമ്മളെ നശിച്ചു കാണണം, നമ്മളെ തകർക്കണം, നമ്മളുടെ കഴിവില്ലാതാക്കണം എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും കണ്ണേറും പ്രാക്കും എരിച്ചിലും പോലെയുള്ള കാര്യങ്ങൾ വിതയ്ക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടം ആളുകളുടെ നടുക്ക് കിടന്ന് വലഞ്ഞുകൊണ്ടിരിക്കുന്ന നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. ആ ദുഷ്ടശക്തികളിൽ നിന്നൊക്കെ നിങ്ങളെ രക്ഷിച്ച്, നിങ്ങളെ മാറോടണച്ച് രക്ഷിക്കാൻ ഭഗവാൻ നരസിംഹമൂർത്തി അവതരിച്ചിരിക്കുകയാണ്. പ്രശ്നത്തിൽ കണ്ടത് തെറ്റത്തില്ല കേട്ടോ. ഏറ്റവും സത്യമായിട്ട് പറയുന്നു. വീട്ടിൽ അശ്വതിക്കാരുണ്ടെങ്കിൽ അവരോട് പറയണം, നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കാൻ പറയണം. നരസിംഹ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളെ എത്ര പേര് ദ്രോഹിക്കാനും ഉപദ്രവിക്കാനും വരുന്നുണ്ടോ അതൊക്കെ തിരിച്ചടിച്ചു പോകും. നിങ്ങൾ ഐശ്വര്യമായിട്ട് മുന്നോട്ട് പോകും. നിങ്ങളെ തേടി വിജയങ്ങളും ഉയർച്ചയും വരും. നിങ്ങളെ തകർക്കാൻ നോക്കിയവരുടെ മുന്നിലൂടെ ഭഗവാന്റെ കയ്യും പിടിച്ച് നിങ്ങൾ വിജയക്കൊടി നാട്ടും. വിജയത്തിൻ്റെ ഉയരങ്ങൾ കീഴടക്കും. ഭഗവാൻ ഉണ്ടൊപ്പം. ഒരു കാരണവശാലും പതറരുത്, വിഷമിക്കരുത്. നിങ്ങളെ ഒരുപാട് രീതിയിൽ കുറ്റപ്പെടുത്താനും തരം കിട്ടുമ്പോഴൊക്കെ നിങ്ങളെ അപമാനിക്കാനും ഒക്കെ പല ആളുകളും ശ്രമിക്കും. കാര്യമാക്കരുത്, വായിക്കുവാ പറയാൻ പോകരുത്. ഭഗവാൻ ഉണ്ട് നിങ്ങളോടൊപ്പം. നിങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് ഭഗവാൻ ഐശ്വര്യ കൊടുമുടി കയറും, രക്ഷപ്പെടുത്തും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അശ്വതിക്കാരുണ്ടെങ്കിൽ അവരോട് പറയുക, നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കൂ, സർവം ഗംഭീരമാകും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ്. ചോതിക്കാർക്ക് ഈ ചിങ്ങപ്പുലരി ഭാഗ്യപ്പുലരിയാന്ന് ഞാൻ പറയും. കാരണം ചോദിക്കുന്ന പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ്. ചിങ്ങത്തിൽ കൃഷ്ണ ഭഗവാനെ കാണുന്നതിൽ പരം പുണ്യമുണ്ടോ? ഗുരുവായൂരപ്പൻ അവതരിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും തീർന്ന് സന്തോഷം ജീവിതത്തിൽ അലയടിക്കുമെന്നാണ് കാണുന്നത്. മുഖത്ത് പുഞ്ചിരി വിടരുമെന്നാണ് കാണുന്നത്. ചിലപ്പം ചിരിക്കുന്നവരൊന്നും ആയിരിക്കില്ല ചോദിക്കാർ, പക്ഷേ അറിയാതെ നിങ്ങൾ പോലും ചിരിക്കുന്ന ചില സംഭവ വികാസങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ആനന്ദം പരത്തുന്ന, നിങ്ങളുടെ ഉള്ളു തണുക്കുന്ന ചില സംഭവ വികാസങ്ങൾ നടക്കാൻ പോവുക എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ പ്രയാസങ്ങൾ തീർന്ന് വിജയത്തിൻ്റെ കാലം ഈ ചിങ്ങം ഒന്നോടുകൂടി തുടങ്ങാൻ പോവുക. എൻ്റെ നാവ് പൊന്നാകും. ഞാൻ ഈ പറഞ്ഞതുപോലെ നടക്കും. തുടരെ വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും. നിങ്ങളുടെ കർമ്മമേഖലയിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങൾ പ്രയത്നിക്കുന്ന കാര്യങ്ങളിൽ, നിങ്ങളുടെ ഇഷ്ടങ്ങളിൽ വിജയം നിങ്ങളുടെ കൂടെ കൈപിടിച്ചു വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. വിജയത്തിൻ്റെ ദിവസങ്ങളാണ്. ചെന്ന് തൊടുന്ന കാര്യങ്ങൾ, ചെന്ന് ഇടപെടുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ ഈ ഐശ്വര്യത്താൽ മംഗളമായി കിട്ടും. ധൈര്യമായിട്ട് ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകൂ, സർവം ഗംഭീരമാകും. വീട്ടിനടുത്ത് കൃഷ്ണൻ്റെ അമ്പലം ഉണ്ടെങ്കിൽ വല്ലപ്പോഴും പോകണം. തുളസിമാല ഭഗവാന് വാങ്ങിക്കൊടുത്ത് ചാർത്തണം, ചാർത്തി തൊഴണം. അതിൻ്റെ ഐശ്വര്യം നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും കിട്ടിയിരിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. വീട്ടിലുണ്ടോ രേവതിക്കാർ? രേവതിക്കാർ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. രേവതിക്കാരെ വേറെ ഒന്നുമല്ല, രേവതിക്കാർ ജീവിതത്തിൽ ഇങ്ങനെ പ്രയാസപ്പെട്ട് എന്താകും എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനിൽ ജീവിക്കുന്നവരാണ് നിലവിൽ. അവരുടെ ജീവിതത്തിൽ ഇന്ന് പ്രശ്നം വെച്ചപ്പം തെളിഞ്ഞിരിക്കുന്നത് സാക്ഷാൽ പരമശിവനാണ്. മഹാദേവൻ പൊന്നുതമ്പുരാൻ, ദേവന്മാരിൽ ദേവനായ ശ്രീ ശിവനാണ് ഇന്ന് നമ്മളുടെ സ്വന്തം ഭഗവാനാണ് ഇന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. മഹാദേവ കൃപയാൽ ഇവരുടെ ജീവിതത്തിലെ മനസ്സിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ആശങ്കകൾ, ടെൻഷനുകൾ, പ്രയാസങ്ങൾ ഒക്കെ ഒഴിഞ്ഞു പോകാൻ പോവുക കേട്ടോ. വലിയ ചില നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വരും. ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കും. വീടില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീടിനുള്ള യോഗം കാണുന്നുണ്ട്, വാഹനം യോഗം കാണുന്നുണ്ട്, കടദുരിതങ്ങൾ, ബാധ്യതകൾ തീർന്ന് സാമ്പത്തിക ഭദ്രത കൈവരുന്നതായിട്ട് കാണുന്നുണ്ട്. വിവാഹത്തിനുള്ള യോഗം, സന്താന ഭാഗ്യത്തിനുള്ള യോഗം, പല രീതിയിലുള്ള യോഗങ്ങൾ. ശരിക്കും പറഞ്ഞാൽ അഷ്ടൈശ്വര്യങ്ങളും ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന നക്ഷത്രമായി രേവതി നക്ഷത്രം മാറുന്ന ഒരു വർഷമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
വീട്ടിൽ രേവതിക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയണം, മഹാദേവനെ എന്നും പ്രാർത്ഥിക്കാൻ പറയണം. വീട്ടിൽ വിളക്ക് വെച്ച് ഓം നമഃശിവായ, വേറെ ഒന്നും വേണ്ട. ഏത് ആപത്തിലും ഏത് പ്രതിസന്ധിയിലും നിങ്ങൾ ഏത് സ്ഥലത്താണ് എന്നുണ്ടെങ്കിലും മനസ്സിനൊരു ചെറിയ ഇളക്കം തട്ടിയാൽ, ഒരു സങ്കടം തട്ടിയാൽ ഓം നമഃശിവായ എന്ന് മാത്രം പ്രാർത്ഥിക്കുക. ഓം നമഃശിവായ എന്ന് മാത്രം വിളിക്കുക. ഭഗവാൻ ഉണ്ടൊപ്പം. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട് ഭഗവാൻ. പ്രസാദിച്ച് നിൽക്കുകയാണ്. സർവം ഗംഭീരമായി കിട്ടും. രേവതിക്കാർക്ക് ഇനി അങ്ങോട്ട് നേട്ടത്തിൻ്റെ കാലമാണ്. ധൈര്യമായിരിക്കും. മഹാദേവൻ തെളിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞത് പാഴ്വാക്കാകില്ല. നന്നായി വരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത് ശ്രീ മഹാഗണപതി ഭഗവാനാണ്. മഹാഗണപതി ഭഗവാൻ, വിഘ്നേശ്വരൻ, വിനായകൻ, പൊന്നുതമ്പുരാൻ, ജീവിതത്തിലെ സകല ദോഷങ്ങളും നീങ്ങുക കേട്ടോ. വളരെ വേഗത്തിലായിരിക്കും ഇനി അങ്ങോട്ട് പൂരം നക്ഷത്രക്കാർ ഓരോ കാര്യങ്ങൾ ജീവിതത്തിൽ നടത്തിയെടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ കാലം പൂരം നക്ഷത്രക്കാരുടെ നിങ്ങളൊന്ന് എടുത്തു നോക്കണം. വീട്ടിൽ പൂരംകാരുണ്ട് എന്നുണ്ടെങ്കിൽ ചത്ത് ചതഞ്ഞ് കിടന്ന ഒരവസ്ഥയാണെന്നാണ് കാണാൻ സാധിക്കുന്നത്. എന്താണ് ചത്ത് ചതഞ്ഞ് കിടക്കുക എന്ന് പറഞ്ഞാൽ? ചെയ്യുന്നുണ്ടോ കാര്യങ്ങളൊക്കെ? ചെയ്യുന്നുണ്ട്. വല്ല പ്രയോജനമുണ്ടോ? ഒന്നുമില്ല. കഷ്ടപ്പെടേണ്ടതെല്ലാം കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ചൊരു ഗുണം, അതിനനുസരിച്ചൊരു ഫലം, അതിനനുസരിച്ചൊരു നേട്ടം ജീവിതത്തിലില്ല. ഈ ഒരു അവസ്ഥയാണ് പൂരം നക്ഷത്രക്കാർക്ക് പൊതുവെ കണ്ടുകൊണ്ടിരുന്നത്. പൂരംകാർ വീട്ടിലുള്ളവർ അവരെ ഒന്ന് നോക്കിയാൽ മതി. എല്ലാം കഷ്ടപ്പെടുന്നുണ്ട്. രാപ്പകലില്ലാതെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. പക്ഷേ ജീവിതത്തിനൊരു എഴുമ്പേറ്റ ഉയർച്ചയില്ലാത്തൊരവസ്ഥയാണ് ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിച്ചത്. ആ പൂരംകാരുടെ ജീവിതത്തിൽ മഹാഗണപതി ഭഗവാൻ അവതരിച്ചിരിക്കുകയാണ്. ഭഗവാന്റെ പ്രത്യേകത, ഭഗവാൻ മുന്നിൽ നിന്ന് നയിക്കുമെന്നാണ് പറയുന്നത്. ഭഗവാൻ മുന്നിൽ നടന്നു കഴിഞ്ഞാൽ ഒരു ശക്തിയും വഴി തടഞ്ഞ് നിൽക്കത്തില്ലെന്നാണ് പറയുന്നത്. ഒരു ശക്തിക്കും ഭഗവാനെ എതിർത്ത് നിൽക്കാൻ സാധിക്കില്ലെന്നാണ് പറയുന്നത്. ഭഗവാൻ നടക്കുമ്പോൾ നിങ്ങൾ പിന്നാലെ നടന്നാൽ മാത്രം മതി. അതുകൊണ്ടാണ് പറഞ്ഞത്, മഹാഗണപതിയെ പ്രാർത്ഥിച്ച് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. എത്ര തുറക്കാത്ത വാതിലും നിങ്ങൾക്ക് മുന്നിൽ തുറക്കും. അസംഭവ്യം എന്ന് വിചാരിച്ചിരുന്ന, ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ പോലും നടന്നു കിട്ടുകയും ചെയ്യുന്നതാണ്. ധൈര്യമായിരിക്കുന്നേ, എൻ്റെ വാക്ക് വിശ്വസിക്കൂ. ജഗദീശ്വരൻ നിങ്ങളോടൊപ്പം ഉണ്ട്. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇനി അങ്ങോട്ട് സർവം ഗംഭീരമായി കിട്ടും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് ഇന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപമാണ്. ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ രൂപമാണ്. ഭഗവാന്റെ ബാലസ്വരൂപ രൂപമാണ് ഇന്ന് തെളിഞ്ഞിരിക്കുന്നത്. ശ്രീകൃഷ്ണസ്വാമി, സ്ഥിതിയുടെ ദേവനായ നാരായണൻ, പൊന്നുതമ്പുരാൻ്റെ രൂപമാണ് തെളിഞ്ഞിരിക്കുന്നത്. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സങ്കടങ്ങൾ തീരുന്ന ഒരു വർഷപ്പുലരിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്കിതൊരു മാസഫലമല്ല. മകംകാരെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന ഒരു വർഷക്കാലത്തെ കൃത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സമയമാറ്റം നടക്കാൻ പോവുക മകം നക്ഷത്രക്കാർക്ക്. എന്താണ് സമയമാറ്റം എന്ന് പറയുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ സമസ്ത കാര്യങ്ങളിലുമുള്ള പ്രശ്നങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്. സമസ്ത കാര്യങ്ങളിലുള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, മനപ്രയാസങ്ങൾ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതൊക്കെ തച്ചുടച്ചില്ലാതാകും. ആ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ തീർന്ന് ചെന്ന് ഏർപ്പെടുന്ന എല്ലാ മേഖലയിലും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഫലം വരും. തൊഴിൽപരമായിട്ട്, കർമ്മ മേഖല സംബന്ധമായിട്ട് പേര്, പ്രശസ്തി, അംഗീകാരം, പുരസ്കാരം ഇതൊക്കെ വരും. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക അടിത്തറ ഭദ്രമാകും. ജീവിതത്തിൽ എല്ലാം കൊണ്ടും എൻ്റെ ഭഗവാനെ, എന്നെ വലിയ ആപത്തുകളിൽ നിന്ന് നീ രക്ഷിച്ചല്ലോ, എൻ്റെ കൈ പിടിച്ചല്ലോ എന്ന് നിങ്ങൾ ആഗ്രഹിച്ച് അല്ലെങ്കിൽ സന്തോഷിച്ച് ആ ഒരു പെരുമാറുന്ന ഒരു കാലം നിങ്ങളുടെ ജീവിതത്തിൽ ആഗതമാകാൻ പോവുകയാണ്. ധൈര്യമായിട്ടിരിക്കൂ. മകം നക്ഷത്രം വീട്ടിലുണ്ടെങ്കിൽ അവരോട് തീർച്ചയായിട്ടും പറയണം, ശ്രീകൃഷ്ണസ്വാമിയുടെ അമ്പലമൊക്കെ ഉണ്ടെങ്കിൽ പോയി തൊഴാൻ പറയണം. സർവം ഗംഭീരമായി കിട്ടും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. ജീവിതത്തിൽ ഇനി വലയാൻ ബാക്കിയൊന്നുമില്ല കേട്ടോ തിരുവാതിരക്കാർ. എന്താണ് നമ്മൾ പറയില്ലേ, അതായത് വീട്ടിലൊരു തിരുവാതിരക്കാരനുണ്ട്, തിരുവാതിരക്കാരൻ വന്നതിൽ പിന്നെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത ഉണ്ടായിട്ടില്ല എന്നൊക്കെ ചിലർ പറയുന്ന കേൾക്കാറുണ്ട്. എന്ന് പറഞ്ഞ കണക്കാണ് ഈ തിരുവാതിരക്കാരുടെ പ്രശ്നങ്ങൾ കാരണം തിരുവാതിരക്കാരെ ചുറ്റി നിൽക്കുന്നവർക്കും അതിൻ്റേതായ വിനകളും ആപത്തുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ
പല കാര്യങ്ങളും പ്രതിസന്ധികളായിട്ട് കുടുംബജീവിതത്തിൽ വരെ സമാധാനം പോയിരിക്കുന്നു. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ തിരുവാതിരക്കാരുള്ള വീട്ടിൽ തന്നെ ഇവരെ ഓർത്ത് ഇത് എല്ലാവരും ചുറ്റുമുള്ളവരും മനപ്രയാസപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത് ശ്രീ പാർവതി രൂപമാണ്. അമ്മ ഇങ്ങനെ അനുഗ്രഹിച്ച് നിൽക്കുന്ന രൂപമാണ് ഇന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. ശ്രീ പാർവതി എന്ന് പറഞ്ഞാൽ ആരാ? ശക്തി സ്വരൂപിണിയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ശക്തിയും ബീജത്തിൽ ഉൾക്കൊണ്ടവളാണ് അമ്മ ശ്രീ പാർവതി എന്ന് പറയുന്നത്. ഭഗവതി അനുഗ്രഹിക്കാതെ, ഭഗവതിയുടെ ദൃഷ്ടിപ്പെടാതെ ഒരു ഇല പോലും ഈ ഭൂമിയിൽ അനങ്ങില്ല. ഒരു ശക്തിക്കും ഒരു ഇല പോലും അനക്കാനുള്ള, ഒരു ചെറു കാറ്റ് പോലും അടിക്കാനുള്ള അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആ ശ്രീപാർവതിയാണ്, ശക്തിയുടെ കൂടാരമായ അമ്മയാണ് ഇന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. പറയുമ്പം ശബ്ദം ഇടറുന്നുണ്ട്, മറ്റൊന്നുമല്ല, ഭഗവതിയുടെ ആ ചൈതന്യം തൊട്ടറിഞ്ഞവനാണ് ഞാൻ. ആ ഭഗവതിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് എത്തിയിരിക്കുന്നത്. തിരുവാതിരക്കാർ വിഷമങ്ങളൊക്കെ മാറും കേട്ടോ. ഭഗവതി നിങ്ങളോടൊപ്പം ഉണ്ട്. എത്ര വിഷമം മാറാത്തതെന്ന് നിങ്ങൾ കരുതിയാലും, തീരാ ദുഃഖമെന്ന് കരുതിയാലും അത് മാറും കേട്ടോ. നിങ്ങളെ കുറ്റം പറഞ്ഞവരെയും നിങ്ങളുടെ ജീവിതത്തെ നോക്കി നാശം എന്ന് പറഞ്ഞവരെയും ഒക്കെ കൊണ്ട് മാറ്റിപ്പറയിക്കുന്ന കാലം നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുള്ള വീട് നിങ്ങളെക്കൊണ്ട് രക്ഷപ്പെടും. നിങ്ങളെന്ന നക്ഷത്രത്തിൻ്റെ ചൈതന്യത്താൽ രക്ഷപ്പെടുന്ന ഒരു കാലമാണ് വന്നു ചേരാൻ പോകുന്നത്. വീട്ടിൽ തിരുവാതിരക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ശ്രീപാർവതിയെ പ്രാർത്ഥിക്കാൻ പറയണം, അമ്മയെ പ്രാർത്ഥിക്കാൻ പറയണം, മഹാദേവനെ പ്രാർത്ഥിക്കാൻ പറയണം, ഓം ഹ്രീം നമഃശിവായ ശക്തി പഞ്ചാക്ഷരി ചൊല്ലാൻ പറയണം. ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലമാണ്. തിരുവാതിരക്കാർ ധൈര്യമായിരിക്കൂ, നല്ലതേ വരുള്ളൂ. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രത്തിന് ഇന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത് ലക്ഷ്മി നാരായണ രൂപമാണ്. ആരാണ് ലക്ഷ്മി നാരായണന്മാർ? അമ്മ മഹാമായ ശ്രീ മഹാലക്ഷ്മി, സമ്പത്തിൻ്റെയും ധനത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മി, സ്ഥിതിയുടെ ദേവനായ സാക്ഷാൽ നാരായണൻ മഹാവിഷ്ണു പൊന്നുതമ്പുരാൻ ഭഗവാനുമാണ് തെളിഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത്. ലക്ഷ്മി നാരായണന്മാർ ഒന്നിച്ച് തെളിയുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യം വരാൻ പോവുകയാണെന്നുള്ളതാണ്. സൗഭാഗ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ അപ്രതീക്ഷിതമായിരിക്കും. ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുള്ളതാവില്ല. ഒരിക്കലും നടക്കുമെന്ന് വിചാരിച്ചതും ആയിരിക്കത്തില്ല. ചിലപ്പം ഒരു ചിന്തയില്ലാതിരിക്കുമ്പോഴായിരിക്കും ജീവിതത്തിൽ ആ സൗഭാഗ്യം എത്താൻ പോകുന്നത്. അതെന്താണെന്ന് എനിക്കും നിങ്ങൾക്കും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. വരുന്ന ഒരു 6 മുതൽ 8 മാസത്തിനുള്ളിൽ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറുന്ന രീതിയിൽ ഒരു സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ അലയടിക്കും. പിന്നീട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് 1202 ആണ്ടിലെ ഈ 6 മുതൽ 8 വരെയുള്ള തുടക്ക മാസങ്ങളിൽ ആ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിവിട്ടതായിട്ട്, ആ ഒരു ഐശ്വര്യത്താൽ പല അപകടങ്ങളും തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് ജീവിതത്തിൽ മുന്നേറിയതായിട്ട് കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഏറ്റവും സത്യമുള്ള ഫലമാകട്ടോ. എഴുതി വെച്ചുകൊള്ളൂ. ഡയറിയൊക്കെ എഴുതുന്ന ശീലം ഉണ്ടെങ്കിൽ കുറിച്ചിട്ടുകൊള്ളൂ. അല്ലെങ്കിൽ എവിടെങ്കിലും മാർക്ക് ചെയ്ത് വെക്കണമെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചുകൊള്ളൂ. ഞാൻ ഈ പറഞ്ഞ അച്ചിട്ടാകും. അടുത്ത വരുന്ന 6 മുതൽ 8 മാസത്തിൽ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറും. ഐശ്വര്യം വീട്ടിൽ അലയടിക്കും, രക്ഷപ്പെടും എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് ഇന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത് ഭഗവാൻ നാരായണൻ മഹാവിഷ്ണു ഭഗവാനാണ്. പൂയംകാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, ചില സമയത്ത് എന്താണ് പ്രതിസന്ധി അല്ലെങ്കിൽ എന്താണ് പ്രശ്നമെന്നറിയാത്ത രീതിയിൽ പോലും ജീവിതത്തിൽ അങ്ങ് ഞെരുങ്ങിപ്പോയവരാണ് പൂയംകാരെന്ന് പറയുന്നത്. എൻ്റെ വീഡിയോ കാണുന്ന പൂയംകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തെന്നില്ലാത്തൊരു തടസ്സം, പല കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടുമ്പം മനസ്സിന് തടസ്സം, അല്ലെങ്കിൽ ഏർപ്പെടുന്ന കാര്യങ്ങൾക്ക് തടസ്സം, ചെന്ന് തൊടുന്നതൊക്കെ ചില സമയത്ത് വിനയായി മാറുന്ന ഒരവസ്ഥ, ഇതൊക്കെ പൂയംകാരുടെ ജീവിതത്തിൽ കഴിഞ്ഞ കുറേ കാലമായിട്ടുണ്ടായിരുന്നു. ഇതാ എഴുതി വെച്ചോളൂ, ഈ ചിങ്ങമാസം 1202 കൊല്ലവർഷം പിറന്നിരിക്കുന്നത് ഐശ്വര്യമായിട്ടാണ് കേട്ടോ. നാൾക്ക് നാൾ ഉയർച്ച ഉണ്ടാവുമെന്നാണ് പറയുന്നത്. 1202 ആണ്ട് തീരുന്നത് വരെയുള്ള ഓരോ ദിവസവും ഒരു ദിവസത്തിന് മുകളിൽ ഒരു ദിവസം മെച്ചമെന്നുള്ള രീതിയിൽ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുമെന്നാണ് കാണുന്നത്. സാമ്പത്തിക ദുരിതങ്ങൾ തീരും, കടം ബാധ്യതകൾ ബുദ്ധിമുട്ടുകൾ തീരും. ഈശ്വര കൃപയാൽ സ്വപ്നം കണ്ട പല കാര്യങ്ങളും നടത്തിയെടുക്കാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും കടന്നു വരും. സർവം ഗംഭീരമായി കിട്ടുകയും ചെയ്യും. ജീവിതത്തിൽ സാമ്പത്തിക ദുരിതങ്ങളൊക്കെയുള്ള പൂയംകാരുണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിരിക്കൂ. ഭഗവാൻ ഭഗവതിയും അനുഗ്രഹിച്ച് നിൽക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നാരായണ കൃപയാൽ, ഭഗവാന്റെ കൃപയാൽ ഐശ്വര്യം കൂടുതൽ കൂടുതലായി വരും. ഗുരുവായൂർ ക്ഷേത്രം, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പോലെയൊക്കെയുള്ള ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രങ്ങളിൽ പോയി തൊഴുന്നത് ഏറ്റവും നല്ലതാണ്. മഹാവിഷ്ണു ഭഗവാന്റെ ക്ഷേത്രങ്ങൾ വീട്ടിനടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പോയി തൊഴുന്നത് നല്ലതാണ്.
നന്നായി വരും പൂയം നക്ഷത്രം എന്നുള്ളതാണ്. അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് ഇന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത് ദുർഗാ ഭഗവതിയാണ്. അമ്മ മഹാമായ ശ്രീ ദുർഗയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പ്രശ്നവിധിയിൽ തെളിഞ്ഞിരിക്കുന്നത്. ഭഗവതിയുടെ ഒരു സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോകുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ്. എന്താണ് അനുഭവിച്ചറിയാൻ സാധിക്കുക, സാന്നിധ്യം അനുഭവിക്കുക എന്നൊക്കെ കൊണ്ട് ഉദ്ദേശം മറ്റൊന്നുമല്ല, ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ വളരെയധികം പ്രതിസന്ധി, നിങ്ങളെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നൊരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വരും എന്നുള്ളതാണ്. ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് അത്തംകാർക്ക് ദൈവമേ ഇത് ഞാൻ എങ്ങനെ ചെയ്തെടുക്കാനാണ്, അല്ലെങ്കിൽ ഇതിനെ ഞാൻ എങ്ങനെ മറികടക്കാനാണ്, എങ്ങനെ ഈ ഒരു പ്രതിസന്ധി മറികടക്കും എന്നുള്ള വലിയൊരു ഭാരം നിങ്ങളുടെ മുന്നിൽ വന്ന് വീഴും എന്നുള്ളതാണ്. ആ ഭാരത്തെ മറികടക്കാൻ ശ്രീ ദുർഗ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും, ഭഗവതി നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. വീട്ടിനടുത്ത് ദുർഗാക്ഷേത്രം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും പോകാതിരിക്കരുത്. നിങ്ങൾക്ക് എല്ലാ ദിവസവും പോയി തൊഴാൻ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും, ആഴ്ചയിൽ ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസവും പോയി തൊഴണം കേട്ടോ. ഏറ്റവും കുറഞ്ഞത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും പറ്റിയാൽ പോയി തൊഴണം ദുർഗാ ഭഗവതിയെ. അമ്മ ഇങ്ങനെ അനുഗ്രഹിച്ച് നിൽക്കുക, ചെല്ലുകയേ വേണ്ടുള്ളൂ, നിങ്ങളുടെ സങ്കടം പറയുകയേ വേണ്ടുള്ളൂ. ചോദിക്കുന്നതൊക്കെ വരമായി നൽകുന്ന ഭഗവതിയായി ദുർഗാ ഭഗവതി നിങ്ങളുടെ ജീവിതത്തിൽ അവതരിക്കും. ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങളെക്കൊണ്ട് കൂട്ടിയാൽ കൂടാത്തത് ജീവിതത്തിൽ വരാനിരിക്കുന്ന ഒരു കാലമാണ്. ആ കാലത്ത് നിങ്ങളുടെ കയ്യും പിടിച്ച് ആ പ്രതിസന്ധികളെയൊക്കെ പുഷ്പം പോലെ മറികടക്കാൻ ദുർഗാ ഭഗവതി അവതരിച്ചിരിക്കുകയാണ്. സർവം ഗംഭീരമായി കിട്ടും. വീട്ടിൽ അത്തം നക്ഷത്രക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയണം, ദുർഗാ ഭഗവതിയെ പ്രാർത്ഥിക്കണം, സർവം ഗംഭീരമായി കിട്ടും എന്ന്. അപ്പം ഞാൻ 12 നാളുകാരുടെ ഫലമാണ് ഇന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ നാളുകാരൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവരോട് പറയണം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയല്ലേ, ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെയല്ലേ ജീവിതത്തിലുള്ളത്. എന്തായാലും ജഗദീശ്വരി അനുഗ്രഹിക്കട്ടെ, നല്ലതേ വരുള്ളൂ, നന്നായിരിക്കും. നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കട്ടെ എന്ന് ഉള്ളിൽ തട്ടി പറയുന്നു. നന്ദി, നമസ്കാരം.